എന്നാൽ ഒരു കോർപ്പറേഷൻ കൗൺസിലർ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇന്നലെ എവിടെയിരുന്നു ഒന്നായി. അതാണ് പഞ്ചായത്തും അസംബ്ലിയും പാർലമെന്റുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശവുമായിട്ട് ബന്ധമുണ്ട്. ഒന്നും വേണ്ട, ബൂത്തിൽ എത്ര വീടുണ്ടെന്നെങ്കിലും അറിഞ്ഞിരിക്കണം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ചില പറയും ഞാൻ 45 വർഷത്തെ സർവീസിൻ്റെ പലതും നോക്കിയിട്ട് കഴിയുന്നില്ല. ഇപ്പം 45, 35 ഒക്കെ കണക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷനാണ്. പണ്ടത്തെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ജനിക്കാത്തവരാണ് ഇന്നത്തെ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷം. ചിലരോടൊക്കെ ഞാൻ ചോദിക്കുക അവിടെ എങ്ങനെയുണ്ടെന്നില്ല. അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമൊക്കെ നമ്മളാണ് ജയിച്ചു വരുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് കാലം കുറയായി, 78 കൊല്ലമായി. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല എന്ന് അവിടെ അന്വേഷിക്കില്ല, ഒന്നുമില്ല. ഇപ്പോൾ തൃശ്ശൂർ തന്നെ കണ്ടില്ല, 56,000 വോട്ട് BJP ചേർത്ത് നമ്മുടെ വിദ്വാന്മാർ അറിഞ്ഞിട്ടില്ല. എന്നിട്ടും പറയാൻ ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ടവിടെ. അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു എന്നെ അങ്ങോട്ട് അയക്കാൻ. അപ്പോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഷുവറാന്ന് പറഞ്ഞ കേട്ടിട്ടാണല്ലോ ജീവിതം. അവിടെ ചെല്ലുമ്പോൾ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കരുതി യാത്ര ചെയ്യാൻ പറഞ്ഞു. വണ്ടിയിൽ നോക്കുമ്പോൾ സ്റ്റിയറിങ്ങും ഇല്ല, നട്ടുമില്ല, ബോൾട്ടുമില്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ഏതായാലും ചെന്ന് പെട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടുന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല, അടുത്ത കോർപ്പറേഷൻ ഇലക്ഷൻ നമ്മൾ ജയിക്കണം. മാക്സിമം സീറ്റ് കോഴിക്കോട് നിന്ന് UDF ജയിക്കണം കേട്ടോ. കാരണം തൃശ്ശൂരിൽ നിന്ന് എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം സീറ്റുകളൊക്കെ നമുക്ക് മലബാർ ഭാഗത്തുനിന്നും മറ്റ് തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുനിന്നൊക്കെ മാക്സിമം സീറ്റ് കിട്ടിയാലേ നമുക്ക് കേരളം ഭരിക്കാൻ പറ്റും. അല്ലാണ്ട് പിണറായിക്കെതിരെയൊക്കെ വികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അത് കൊണ്ടുപോകാനിപ്പോൾ BJPക്കാരുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരത്തിൽ പങ്കുപറ്റാൻ ഇപ്പോൾ വേറെ ശക്തിയുണ്ട്. മുമ്പ് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വേറെ ശക്തികളുണ്ട്. ആ ശക്തികളാണ് ഇന്നിപ്പോൾ നമ്മുടെ വോട്ട് പിടിക്കാൻ നോക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഒരു കാര്യം ഞാൻ പറയാം. വ്യക്തമായി BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ധാരണയുണ്ട്. ഇന്നലെ പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസിൽ വെക്കാൻ പോകുന്ന റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചാനലിൽ വന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയും നമുക്ക് എതിർക്കണം, ഭൂരിപക്ഷ വർഗീയതയെ മാത്രം എതിർത്താൽ പോരാ എന്ന് പറയുന്ന പാർട്ടിയാണ് 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ പാർട്ടി. 2021 SDPയുടെ വോട്ട് വാങ്ങിയ പാർട്ടി ഇന്ന് പറയുകയാണ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ഇനി ന്യൂനപക്ഷങ്ങളെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഭൂരിപക്ഷത്തിൻ്റെ കൂടെ പോകാം. ആ അർത്ഥത്തിലേക്ക് CPM എത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അജണ്ട. ഇന്നലെ P. ജയരാജൻ ഒരു പുസ്തകത്തിനെ കുറിച്ചൊരു ചർച്ച നടന്നില്ല. അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്.